നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കേരളത്തിലെ CPM-നുള്ളിൽ അതൃപ്തി പുകയുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ പടപ്പുറപ്പാട് തുടങ്ങിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും പിണറായി വിജയൻ്റെ ന്യൂനപക്ഷ പ്രീണനവുമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേരിട്ട കനത്ത തോൽവിക്ക് കാരണമെന്ന് നേതാക്കന്മാർ അടക്കം പറയുന്നു. ഇപ്പോഴിതാ ആലപ്പുഴയിലെ വൻപിച്ച തോൽവിയിൽ പാർട്ടി നിലപാടുകൾ കാരണമായിട്ടുണ്ടെന്ന് CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തന്നെ വ്യക്തമാക്കുന്നു. CPM-ന്റെ ഉരുക്കുകോട്ടകളിൽ നിന്ന് പോലും BJP-യിലേക്ക് വോട്ടൊഴുകി. അതായത് CPM-കാർ BJP-ക്ക് വോട്ട് ചെയ്ത സാഹചര്യമുണ്ടെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. പലയിടങ്ങളിലും CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയി. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് ലഭിച്ചതുമില്ല. ഇതാണ് CPM-നെ കുഴക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ന്യൂനപക്ഷ പ്രീണനം പരമാവധി നടത്തി. ഒരു കാലത്ത് കോൺഗ്രസ് നടത്തിയിരുന്നതിനേക്കാൾ വലിയ മുസ്ലിം പ്രീണനം നടത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് CPM. എന്നാൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചതുപോലെ CPM-ന് ഇടതുപക്ഷത്തിന് ലഭിച്ചില്ല. അതേസമയം ഈ പ്രീണനത്തിൻ്റെ ഫലമായി ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും CPM-നെ വിട്ടകന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതാണ് ഇപ്പോൾ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. അമ്പലപ്പുഴ എന്നൊക്കെ പറയുന്നത് CPM-ന്റെ ഉരുക്കുകോട്ടയാണ്. ആ അമ്പലപ്പുഴയിൽ നടക്കം CPM-ന് വോട്ട് ചോർച്ചയുണ്ടായി. ആ വോട്ട് പോയത് BJP-യിലേക്കാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിർണായകമായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. 1,78,000 വോട്ടിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിനോടടുപ്പിച്ച് 2,99,000-ലധികം വോട്ട് നേടിയെങ്കിൽ അത് സ്വപ്ന സമാനമായ കുതിപ്പെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ആ കുതിപ്പിന് പിന്നിൽ ആലപ്പുഴ ജില്ലയിലെ CPM-ന്റെ അടിത്തറ തകർത്ത പ്രകടനം തന്നെയാണ്. CPM-ന്റെ അടിത്തറ ആലപ്പുഴയിൽ തകർന്നു എന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ്. ഇതിന് കാരണങ്ങളുണ്ട്. എന്താണ് കാരണം? ആ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിക്ക് പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല. അപ്പോൾ ന്യൂനപക്ഷ വോട്ട് എവിടേക്ക് പോയി? ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിലേക്ക് പോയി. പാർട്ടി തിരുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്നും ആലപ്പുഴയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി R. നാസർ വ്യക്തമാക്കുന്നു. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ കഴമ്പുണ്ടെന്ന കാര്യവും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആലപ്പുഴയിലെ മാത്രം വിഷയമല്ല. തിരുവനന്തപുരത്തെ കഥ നമുക്കറിയാം. CPM-ന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൽ V. മുരളീധരൻ നേടിയ 3,11,000-ലധികം വോട്ടിൻ്റെ നേട്ടം. ആ വോട്ട് നേട്ടത്തോടുകൂടി അട്ടിമറിക്കപ്പെട്ടത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ വിജയമാണ്. കേവലം നിസ്സാര വോട്ടുകൾക്ക് അടൂർ പ്രകാശ് എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു. പക്ഷേ അവിടെ ഈ 2 സ്ഥാനാർത്ഥികളെക്കാൾ പ്രകടനം കൊണ്ട് മികച്ചു നിന്നത് V. മുരളീധരനും തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. കേവലം 2,48,000 വോട്ടുണ്ടായി നടത്തുന്ന 3,11,000-ലേക്കുള്ള കുതിപ്പ്. 2024 തെരഞ്ഞെടുപ്പിലെ ഈ 3,11,000 വോട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ 10 വർഷം പിന്നിലേക്ക് പോകണം. 2014 അവിടെ എത്ര വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടണം. 92,000 വോട്ട് മാത്രമാണ് 2014 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായിരുന്നത്. ആ 92,000 വോട്ടിൽ നിന്നാണ് 3,11,000 എന്ന സ്വപ്ന സമാനമായ ഫിഗറിലേക്ക് BJP-യുടെ വോട്ട് വർദ്ധിച്ചത്. അപ്പോൾ അവിടെയും കോട്ടം സംഭവിച്ചത് CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനാണ്. അവിടെ CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ആ ജില്ലാ എക്സിക്യൂട്ടീവിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തലുണ്ടായി. പിണറായി സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ആ യോഗത്തിലുണ്ടായത്. ആ യോഗത്തിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്തടക്കം കേരളത്തിൽ തോറ്റു എന്ന് കൃത്യമായി പറയുന്നു. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അമിതമായ മുസ്ലിം പ്രീണനം, ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം നടത്തിയ പ്രവർത്തനങ്ങൾ, അവരെ പ്രീണിപ്പിക്കാൻ, അവരെ പരിപോഷിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ വോട്ട് ബാങ്കിനെ ഒറ്റയടിക്ക് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ചില ഇടപെടലുകൾ, അത് സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനിടയാക്കി. ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഇത്രത്തോളം പ്രീണിപ്പിച്ചിട്ടും അവരുടെ വോട്ട് ലഭിച്ചില്ലെന്ന് മാത്രമല്ല,
ഹൈന്ദവ ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ CPM-ൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ഇത് കേരളത്തിൽ CPM-ന്റെ അടിത്തറ ഇളക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. പരിധിയില്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി എന്ന നില പോലും മറന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിരക്കാത്ത മതപ്രീണനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. അന്ന് അതിനെ എതിർക്കാത്ത പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷമായുള്ളത്. അന്ന് ഹൈന്ദവ സമൂഹത്തെ ചവിട്ടിമെതിച്ച പിണറായി വിജയന് ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായം തിരിച്ചടി നൽകിയിരിക്കുന്നു. ഒരൊറ്റ സീറ്റ് മാത്രം നേടിക്കൊണ്ട് BJPക്കും പുറകിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിൽ CPM-നുള്ളത്. CPM-ന്റെ അടിത്തറ ഇളക്കിയ തെരഞ്ഞെടുപ്പാണിതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇനി അങ്ങോട്ട് CPM-ന്റെ അടിവേരിളകും. കേരളത്തിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളുമായി ചേർന്ന് BJP മുന്നോട്ട് കുതിക്കുകയാണ്. കാരണം CPM-ന്റെ പിണറായിയുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ ഓരോ നേതാക്കന്മാർക്കും തുറന്ന് പറയണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം G. സുധാകരൻ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അധികാരത്തിലെത്തിയെന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. ഒരൊറ്റ അഴിമതി ആരോപണമില്ല കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ, ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഇല്ല. മുൻ UPA സർക്കാരിനെ അപേക്ഷിച്ച് എത്രത്തോളം ക്ലീൻ ചിറ്റാണ് മോദി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുള്ളതെന്ന് CPM-ന്റെ നേതാവായി G. സുധാകരൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നേതാക്കൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരെ, പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരെ, പിണറായിയുടെ മതപ്രീണനത്തിനെതിരെ ഉള്ള വലിയ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPI തുറന്നടിക്കുന്നു. തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തൃശ്ശൂരിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ CPM-നുള്ളിൽ ഇടതുമുന്നണിക്കുള്ളിൽ വലിയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ്. പിണറായിയുടെ അമിതമായ മതസ്നേഹം, പിണറായിയുടെ അമിതമായ ന്യൂനപക്ഷ പ്രേമമാണ് ഈ വമ്പിച്ച തോൽവിക്ക് കാരണമെന്ന് CPI പറയുമ്പോൾ CPM-ലെയും പല നേതാക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. എന്നാൽ പിണറായി വിജയനെതിരെ അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഈ പരാജയം പിണറായിയുടെ കസേര തെറിപ്പിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലടക്കം, സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. CPI-യുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരുകയാണ്. അതിനുശേഷമായിരിക്കും സമഗ്രമായ ഒരു ചർച്ചയിലേക്ക് CPI കടക്കുക. CPI-യുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനം ഇതിനകം തന്നെ പിണറായിയുടെ നിലപാടുകൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന ഭയം പിണറായിക്കുണ്ട്. ശൈലി മാറ്റില്ല എന്ന് വീണ്ടും വെല്ലുവിളിക്കുകയാണ് പിണറായി. ഈ കനത്ത തോൽവിക്ക് ശേഷവും ശൈലി മാറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പിണറായി സ്വീകരിക്കുന്നത്. അതേസമയം കേരളത്തിലെ തോൽവിയിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതൃപ്തരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. പിണറായിയുടെ രാജിക്കായുള്ള മുറവിളി പാർട്ടിയിൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.